ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. സാംസങ്ങും ആപ്പിളും കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ 3 ബ്രാൻഡാണ് വിവോ, ഓപ്പോ ആൻഡ് വൺ പ്ലസ്. പക്ഷെ നമ്മളിൽ എത്ര പേർക്കറിയാം ഈ വൺ പ്ലസും വിവോയും ഓപ്പോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബ്രാൻഡ് ആണെന്ന്? അതായത് ഇവർ വന്നിരിക്കുന്നത് ഒരു BBK ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ജയന്റ് മദർ കമ്പനിയുടെ സബ് കമ്പനി ആയിട്ടാണ്. ഇത്രയും നാളും അവർ നോർമലി ഫോൺ വിറ്റുകൊണ്ടിരുന്ന ഈ 3 കമ്പനീസ് ഇപ്പോൾ കുറച്ച് സ്പെസിഫിക് ആയിരിക്കുകയാണ്. ഇത്രയും നാള് വൺ പ്ലസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാസൽ ബ്ലാഡ് കൊളാബറേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർ നേരെ ഓപ്പോയിലേക്ക് കയറിയത്? ഇപ്പൊ നമ്മൾ ഈ ഫോൺസിനെ ഒന്ന് കമ്പയർ ചെയ്താണെങ്കിൽ വൺ പ്ലസിനെ ഒരു പ്യൂർ പെർഫോമൻസ് ഫോൺ ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 4 കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? വൺ പ്ലസിനാണ്. നമ്മുടെ ഓപ്പോയിനെയും അതേപോലെ വിവോനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വൺ പ്ലസിന്റെ സോഫ്റ്റ്വെയർ വളരെ സ്റ്റേബിൾ ആണ്. അപ്പോൾ അതിന് സ്റ്റേബിൾ സോഫ്റ്റ്വെയർ ഉണ്ട്, നല്ലൊരു ചിപ്സെറ്റ് ഉണ്ട്. അതിലേക്ക് കൊടുത്തിരിക്കുന്നത് 7300 mAh അടിപൊളി ഒരു ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി അടിപൊളി, സ്റ്റേബിൾ പെർഫോമൻസും ഉണ്ട്, അടിപൊളി വോയിസ്, മാൽവെയർ ബ്ലോക്ക് എല്ലാം ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ക്യാമറയുടെ ആവശ്യമില്ല, അവരെ ക്യാമറയെ എടുത്ത് ഓപ്പോയിലേക്ക് ഇട്ടു. ജനശ്രദ്ധ കിട്ടാതിരുന്ന ഓപ്പോ അവിടെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വൺ പ്ലസ് 13 നിന്നും വൺ പ്ലസ് 15 വന്നപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് വലിയൊരു ഡൗൺ ഗ്രേഡ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി വിവോയുടെ കാര്യം പറയുകയാണെങ്കിൽ സൈസ് ഒപ്റ്റിക്സിന്റെ കൊളാബറേഷൻ കിട്ടിയതോടുകൂടി വിവോ അങ്ങോട്ട് ഉയരുകയാണ്. അവർ നേരെ ക്യാമറ എന്തൂസിയാസ്റ്റും ക്യാമറ ഇഷ്ടപ്പെടുന്നവരും മൊത്തം വിവോയിലേക്ക് പോയി. പക്ഷേ ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ക്യാമറ സെൻസർ കിട്ടിയിരിക്കുന്നതും വിവോയ്ക്കാണ്. പക്ഷെ അവിടെ വേറൊരു സംഭവം സംഭവിച്ചു. അതായത് അവിടുത്തെ ബാറ്ററി ഡൗൺ ഗ്രേഡ് 6510 mAh പോയിരിക്കുകയാണ്. സോ നല്ലൊരു ക്യാമറ ഒപ്റ്റിമൈസേഷനും അതുപോലെ നല്ലൊരു ക്യാമറ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അതായത് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നേരെ നിങ്ങൾക്ക് വിവോ ആണ് ഇപ്പം. ഇനിയാണ് ഓപ്പോന്റെ കേസ് വരുന്നത്. ഓപ്പോ എന്ന് പറഞ്ഞാൽ വൺ പ്ലസിന്റെയും വിവോയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ, അതായത് മോസ്റ്റ് ക്യാമറ ഫ്രം വിവോ ആൻഡ് മോസ്റ്റ് പെർഫോമൻസ് ഫ്രം വൺ പ്ലസ് കിട്ടിയിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഇവിടെ ഓപ്പോ. ഓപ്പോയിൽ അവർ സ്നാപ്ഡ്രാഗൺ അല്ല കൊടുത്തേക്കുന്നത്, അവിടെ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 9500 ആണ്. അപ്പോൾ ഇപ്പോൾ ഓപ്പോയ്ക്ക് ഇവിടെ ഓൾറൗണ്ടർ എന്ന് പറയുന്ന ഒരു ലേബൽ കിട്ടിയിരിക്കുകയാണ്. വിവോ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് വിത്ത് ക്യാമറ. അതായത് ഈ BBK ഇലക്ട്രോണിക്സ് ഇപ്പോൾ അവരുടെ 3 ബ്രാൻഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നിന് പ്യൂർ പെർഫോമൻസ് കൊടുത്തിരിക്കുന്നു, ഒന്നിന് പ്യൂർ ക്യാമറ സെറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നു, ഒന്ന് സ്റ്റേ ചെയ്യുന്നത് ഇത് രണ്ടിന്റെ ഇടയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഗെയിംസ് ആണ് നടക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 3 ബ്രാൻഡ്സ് ആണ്. കുറെ പേര് വിവോയെ എടുത്തിട്ട് ഒപ്പോനെ കുറ്റം പറയുന്നു, കുറെ പേര് ഒപ്പോനെ എടുത്തിട്ട് വൺ പ്ലസിനെ കുറ്റം പറയുന്നു. പക്ഷേ BBK ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ജയന്റിന്റെ അണ്ടറിൽ വരുന്ന 3 കമ്പനീസ് ആണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.